ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ മാച്ചാണ് കേട്ടോ. ഈ മൂന്നാറിലെ ഈ മനോഹരമായ ഗ്രൗണ്ടിലെ ലാസ്റ്റ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഒരു വിഷമമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ ഇത് അടിപൊളിയാണ്. എനിക്ക് ഒരാഗ്രഹം, ഇതുപോലെ ഒരു എസ്റ്റേറ്റ് മേടിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളെ അവിടെയുള്ള എല്ലാവരെയും വണ്ടിയിൽ കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ നിന്ന് കളിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷെ എന്ത് അടിപൊളി. കാരണം എത്ര ഇവിടെ ഇരുന്നിട്ട് മടുക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് അല്ലാതെ റീലിന് വേണ്ടിയിട്ട് 2-3 മ്യൂസിക്കിൽ പോകാനായിട്ടുള്ള കുറേ വീഡിയോ ഒക്കെ എടുത്തു. വിഷ്വൽ ബ്യൂട്ടി എൻ്റെ അടിപൊളി. ഇപ്പം നമ്മൾ 2 മാച്ച് കളിച്ചാൽ ഒരു മാച്ച് നമ്മൾ ജയിച്ചു. പിന്നെ ഇന്നലെ ചാർലിക്ക് ഒരു പരിക്ക് പറ്റിയായിരുന്നു, മുട്ടിൽ ബോളൊന്നും അടിച്ചിട്ട്. പക്ഷേ ഇവിടെ ഞാൻ എന്തൊക്കെ പരിക്ക് പറ്റിയാലും ഞാൻ ഈ ഗ്രൗണ്ടിൽ 3 മാച്ച് കളിച്ചിട്ടേ പോകുമെന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് തന്നെയാണ്. അവനും അതുപോലെയാണ്. കാരണം പിന്നെ ഇവിടെ ഒരു ചാൻസ് ഇനി കിട്ടുമെന്നുള്ളത് അറിയത്തില്ല. വേറൊരു ആൾക്കാരെ അങ്ങനെ കളിപ്പിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല, പെർമിഷനൊന്നും അങ്ങനെ കിട്ടത്തില്ല. പക്ഷേ എന്തോ ലക്കിനെ കിട്ടി. പക്ഷേ ഇവിടെ ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ വെയിലത്ത് നിന്നിട്ട് പോലും അത്ര ചൂട് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ ഇന്നലെ ഇവിടെയൊക്കെ നമ്മൾ 2 മാച്ച് കളിച്ചിട്ട് പോലും ഒരു തുള്ളി പോലും വേർത്തിട്ടില്ല. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് കളി കാണാൻ തന്നെ എന്ത് രസമെന്നറിയാം. നമ്മളൊരു യൂറോപ്പ് കൺട്രിയിലൊക്കെ നിന്ന് കളിക്കുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ നമ്മളെ മാച്ചാണ്. ടോസ് ഇടാൻ ചാർലി പോയിട്ടുണ്ട്. 2 മാച്ച് നമ്മൾ ആവശ്യത്തിന് എൻജോയ് ചെയ്തു, എന്റർടൈൻഡ് ആയി, എല്ലാവരും ഹാപ്പിയാണ്, ഓക്കെയാണ്. ഈ കളി നമ്മൾ ജയിക്കണം, നല്ല മാർജിന് ജയിക്കണം. മാർജിൻ ജയിച്ചാൽ നമ്മൾ ഇവിടുന്ന് ആ ട്രോഫിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവാം കേട്ടോ. ഭയങ്കര വലിയ മെമ്മറി ആയി മാറും. നമ്മൾ അധികം പരീക്ഷണങ്ങൾക്കൊന്നും പോകുന്നില്ല. സ്റ്റിക്ക് ടു ദ ബേസിക്സ്. ക്വാളിറ്റിയിൽ കളിക്കുന്ന, നമ്മുടെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയി കളിക്കുന്ന ആൾക്കാരെല്ലാം മുന്നിൽ പോയി കളിക്കും. ഓവേഴ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും. റണ്ണൊരു 15 ഓവർ 150 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർജിന് ജയിക്കാം. അത് മൈൻഡ് വെച്ചോ കേട്ടോ. ബാറ്റിംഗ് ഓർഡറൊക്കെ ഞാൻ ഇവിടുന്ന് പറഞ്ഞുവിടാം. ആദ്യം സച്ചുവും യാദിലൂടെ തന്നെ പോട്ടെ. ഓടാൻ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർ ഓടുന്നതിനേക്കാളും നമുക്ക് ഓടിയെടുക്കാൻ പറ്റും. മനസ്സിലായി? ഒരു നല്ല പ്ലേയേഴ്സ് ആവശ്യം സീനിയേഴ്സാണ്. പക്ഷെ അവർ ഓടുന്നതിനേക്കാളും നമുക്കൊരു 10-30 റണ്ണ് ഓടിയെടുക്കാൻ പറ്റും. അതൊക്കെ ശ്രദ്ധിക്കുക. ഗബ്രി, ലാസ്റ്റ് മാച്ച് കളിച്ചത് നമ്മൾ രണ്ടാമത്തെ മാച്ച് കളിച്ചപ്പോൾ ഒരു അത്രയും മാർജിനിൽ നമ്മൾ ജയിച്ചപ്പോൾ മനസ്സിലായി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, നമ്മളെല്ലാവരും സ്കിൽഡ് പ്ലേയേഴ്സാണ്. ആ സാധനം ഇവിടെ കൂടി എക്സിക്യൂട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ ആ ഒരു വിന്നിങ്ങിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിന് കിട്ടിക്കൊണ്ടുവന്ന നല്ല രസമാണ്. മനസ്സിലായി? ആ സാധനം നമ്മൾ ആ ഒരു കീപ്പ് ഓൺ ചെയ്യാൻ പോകാൻ നോക്കാം. ആ മൊമെൻറ്റം ഓക്കെ, നമ്മളിപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ പോകാൻ നോക്കാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ടൂർണമെൻറ്റ് ഫൈനലെത്തി, ഈ ടൂർണമെൻറ്റ് ഇപ്പോൾ ഒരു മാച്ച് ജയിച്ചു, ഒരു മാച്ച് കൊണ്ട് ജയിച്ചു. നമുക്ക് അതുപോലെ തന്നെ ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും ഫുൾ എഫേർട്ട് ഇട്ട് അങ്ങനെ നിൽക്കുക. നമ്മുടെ തന്നെ ക്രിയേറ്റീവ് സ്ക്വാഡിൻ്റെ കുറേ പേര് പുറത്ത് നിന്ന് മാച്ചസ് വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പ്രൗഡ് ആവണം. അവർക്ക് ഇതിനകത്ത് വന്ന് കളിക്കാനുള്ളൊരു സന്തോഷം വേണം. 15 ഓവറിൽ ഒരു ഓവറിൽ 10 വെച്ച് വന്നു കഴിഞ്ഞാൽ പോലും 150 മനസ്സിലായി? അതിനേക്കാളും കൂടുതൽ അടിക്കാനുള്ള ബാറ്റിംഗ് അറ്റാക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം മുമ്പത്തെ കളികളിൽ ഫോം ആവാത്തവർ മൂന്നാറി വന്ന് അടിച്ചിട്ട് പോകും കേട്ടോ. രണ്ട് ഓവർ 16 റൺസ്. നാല് ഓവർ 26 റൺസ്. അഞ്ച് ഓവർ 34. 6 ഓവറിൽ 41 റൺസ്. ഏഴ് ഓവർ 53 റൺസ്. 8 ഓവർ 63 റൺസ്. 10 ഓവർ 88 റൺസ്. 11 ഓവറിൽ 95 റൺസ്.
അത് ചേട്ടാ അയ്യോ 4. അത് കഴിച്ചേട്ടാ എന്നാല് വൺ ഓഫ് ദ എക്സലന്റ് പാർട്ണർഷിപ്പ് ആയിരുന്നു കേട്ടോ ഇന്ന് ഹരിയും സച്ചിൻ ചേർന്നിട്ടുള്ളത്. കാരണം ഒന്നും അവർക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ലൂസ് ബോൾസ് എല്ലാം പിക്ക് ചെയ്തു, ബാക്കി സിംഗിൾസും ഡബിൾസും ആയിട്ട് ആ 3-4 ഓവറുകളിൽ എനിക്ക് തോന്നുന്നു 10, 12, 14, 19 അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു ആ മിഡിൽ ഓവേഴ്സിൽ. എല്ലാ ടീമുകളും നമ്മൾ അമേച്ചൂർ ചെല്ലുമ്പോൾ മിഡിൽ ഓവേഴ്സിലാണ് സ്ട്രഗിൾ ചെയ്യണേ. ഈ മിഡിൽ ഓവേഴ്സിൽ അടിപൊളിയായിട്ട് രണ്ടുപേരും കളിച്ചോട്ടെ. നീ നന്നായിട്ട് ബാക്കി ചെയ്തു. സച്ചുവിൻ്റെ ഇതുവരെ കണ്ടതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നിങ്സിലാണ്. കാരണം ഈ ഗ്രൗണ്ടിൽ അങ്ങനെ അവൻ 4 4 കണ്ട് അടിച്ചിട്ടുണ്ട് അല്ലേ. 4 4 അടിച്ചിട്ട് 45 റൺ അടിക്കാന്ന് പറഞ്ഞാൽ 16 ബാക്കി 30 റണ്ണോളം അവൻ ഓടിയെടുക്കുക. ഭയങ്കര എക്സലന്റ് ആയിട്ട് കളിച്ചു. അത് ആ പാർട്ണർഷിപ്പ് 25 ഗോളിൽ 50 അടിച്ചു. അതുപോലൊരു പാർട്ണർഷിപ്പ് എന്തായാലും അവരുടെ ഭാഗത്തും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മളാണ് മുന്നിൽ. അപ്പൊ നമ്മൾ അവരെ കൊണ്ട് ഈ 4 അടിപ്പിക്കാതിരിക്കുക, എക്സ്ട്രാസ് കൊടുക്കാതിരിക്കുക. 30 റണ്ണോളം എക്സ്ട്രാ ഉണ്ട്. 30 റണ്ണോളം നമുക്ക് ഡിഫറൻസ് ഉണ്ട്. 90, 130, 120 എന്തോ സംതിങ് വേണ്ടേ, 124. അതായത് 34 റൺ എക്സ്ട്രാ വേണം. റണ്ണേ ബോൾ എടുക്കാനുള്ള ചാൻസ് ഉള്ളൂ. റൺഔട്ട്സ് ഒരുപാട് കിട്ടും. കീപ്പിംഗിൽ നിന്ന് നന്നായി സഹകരിക്കാനുണ്ട്. ന്യൂ ബോൾ എറിയുന്നവർ കൺട്രോൾഡ് ആയിട്ട് എറിയാം. നമുക്ക് 5 ഓവർ 30 റണ്ണേ വന്നിട്ടുള്ളൂ. 5 ഓവർ 30 കൂടുതൽ കൊടുക്കില്ല കേട്ടോ, കൊടുക്കരുത്. ആകെ ജേക്കബ് ദേവസ്യുണ്ട്, അനൂപ് വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ലെഫ്റ്റ് ഹാൻഡർ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡർക്ക് എറിയുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോ. ആ 2 ബാസവന്മാരെ ഉള്ളൂ അവർക്ക് കളിക്കാൻ വേണ്ടി. അത് ഗോപിച്ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം. ബാക്കി 8-9 പേരെ കൊണ്ട് അടുപ്പിക്കരുത്. കളി നമ്മൾ ജയിച്ചതേ ആ ട്രോഫികളിൽ ഒന്നുകൂടെ ആകുമ്പോഴത്തേന് വേറെ ലെവലാവും. നമ്മൾ അടുപ്പിച്ച് 2 ടൂർണമെന്റുകൾ കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. ഗബ്രി ബോളിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഒരു 6 അടിച്ചോട്ടെ. നമ്മൾ 1-4 കൊടുക്കാം. ഒന്നും പോകട്ടെ. ചിലപ്പോൾ നമ്മൾ ഡീപ്പ് വെക്കണം, എന്തായാലും സിംഗിൾ പോകും. ആ ഡബിൾ കൊടുക്കരുത്. ബൗണ്ടറി നിൽക്കണം. എല്ലാവരും ഒരു 5 സ്റ്റെപ്പ് ഉള്ളിൽ നിന്ന് നോക്കട്ടെ. അതിന്റെ മേലേക്ക് അടിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളൊരു 10-20 ടൂ ഓടിയിട്ടുണ്ട്, മനസ്സിലായോ? അവർക്ക് അത്രയും ടൂ കൊടുക്കും. പിന്നെ ക്യാച്ച് നേരെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലഞ്ച്. ഇവിടെ ക്യാച്ച് എടുക്കാന്നുള്ളത് അത് പ്രൗഡായിട്ട് പോയി അങ്ങ് എടുക്കുക, മനസ്സിലായി? പ്രോപ്പറായിട്ട് ആ ക്യാച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ കളി ജയിക്കും. ഓക്കെ ടീം കാസിയസ്, ലെറ്റ്സ് ഫൈറ്റ്. രണ്ട് ഓവർ 11 റൺസ്. മൂന്ന് ഓവർ 32 റൺസ്.
5 ഓവർ 56 റൺസ്. എവിടെയാടേ എറി ഷോൾഡർ കിട്ടിയ ഷോൾഡറിൽ എറി കിട്ടിയില്ല. ബോൾ കണ്ടില്ല. എവിടെയാടാ 6 ഓവറിൽ 76 റൺസ്. 7 ഓവർ 83 റൺസ്. ജയിക്കാൻ 40 ബോളിൽ 48 റൺസ്. എട്ട് ഓവറിൽ 89 റൺസ്. ജയിക്കാൻ 34, 42 ബോൾസിൽ. സച്ചിനെ പറ്റി പറയും. Catch. 9 ഓവർ 93 റൺസ്. പത്ത് ഓവർ 103 റൺസ്. പതിനൊന്ന് ഓവറിൽ 106 റൺസ്. പന്ത്രണ്ട് ഓവറിൽ 111 റൺസ്. ജയിക്കാൻ 18 ബോളിൽ 12 റൺസ്. ഓ ഓ 13 ഓവറിൽ 115 റൺസ്. ഇനി ജയിക്കാൻ 8 റൺസ് 12 ബോളിൽ. ഓ ഗൈസ്, ഇനി ഒരു ഓവറിൽ 1 റണ്ണേ ഉള്ളൂ ജയിക്കാൻ. നമ്മളിപ്പം ഒരുമിച്ച് ടീമായിട്ട് ഇനി എപ്പോഴേലും കളിക്കുമെന്നറിയില്ല. എന്നാലും ഞാൻ ആസ് എ ക്യാപ്റ്റൻ എടുത്ത ഡിസിഷൻസ് പറയാം. നമ്മളിപ്പോൾ ആക്ച്വലി തുടക്കത്തിൽ ജോമോൻ ഫസ്റ്റ് ഓവർ നന്നായിട്ട് എറിഞ്ഞു, സഞ്ജീവ് നന്നായിട്ട് എറിഞ്ഞു,
അപ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് എറിയുമ്പോഴാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അത് എറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഹരി നമുക്ക് ഏറ്റവും നല്ല ബോളേഴ്സിൽ ഒരാളാണ്, മനസ്സിലായി. ഹരിയെ കൊണ്ടുവന്നത് ജേക്കബേട്ടൻ നിൽക്കുന്നതുകൊണ്ടാണ്, മനസ്സിലായോ. അതുകൊണ്ട് വന്നു. പക്ഷെ ആ ക്യാച്ച് അവിടെ പോയതാണ് ഇതായത്. അപ്പോൾ ജോമോൻ ആണെങ്കിലും ഒരു ബോളർ നന്നായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ക്യാച്ച് എടുക്കാത്തതാണ് അവിടെ പറ്റിയ അബദ്ധം. പിന്നെ ഒന്ന് സ്പിന്നേഴ്സ് നന്നായിട്ട് എറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കളിയില്ല, മനസ്സിലായി. അതുകൊണ്ട് ഇമോഷണലി ആരും എടുക്കരുത്. നമ്മൾ ഇമോഷണലായിട്ട് ഗെയിം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോകും, മനസ്സിലായി. കളി ഡൗൺ ആവരുത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ അവസരങ്ങൾ കിട്ടിയില്ല എന്ന് വിചാരിക്കരുത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ഡിസിഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോക്കുക. പിന്നെ എല്ലാവരും നന്നായിട്ട് കളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനമൊക്കെ അവർ അടിച്ചാലും എത്തുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ എത്രയും സ്റ്റക്കായത്. അവർ ഈസി ആയിട്ട് ജയിച്ച കളിയൊന്നുമല്ല. പിന്നെ നമുക്ക് റണ്ണും ഉണ്ടായിരുന്നു കേട്ടോ. റണ്ണില്ലാഞ്ഞതുകൊണ്ട് നമ്മൾ തോറ്റല്ല. നമുക്ക് ഇടയ്ക്കത്തെ 2-3 ഓവറിൽ ഒരു 10-40 റണ്ണ് പോയി. സോ ആരും ഞാനതാ പറയുന്നത്. കാരണം ഞാനും കുറേ തവണ കളിക്കാൻ പോയിട്ട് എനിക്ക് അവസരങ്ങൾ കിട്ടാതിരുന്നിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ ഇമോഷണലി ഗെയിമിനെ എടുക്കരുത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആരും ഇവിടെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് മാറ്റി നിർത്തുന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആരെക്കാളും മോശമായതുകൊണ്ടല്ല, നമ്മൾ ആ സിറ്റുവേഷൻസിനനുസരിച്ച് എടുക്കുന്ന ഡിസിഷൻ കേട്ടോ. മൈൻഡ് ഇടരുത്. പിന്നെ താങ്ക് യു സോ മച്ച്. മൂന്നാർ വന്ന ഈ ടീം അടിപൊളിയായിട്ട് പോയി. നമ്മൾ ഒരു കളി ജയിച്ചു, നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. ജേക്കബ് ദേവസി എന്ന് പറയുന്നത് അമച്വർ സർക്കിളിൽ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ്. പുള്ളി അടിക്കുന്ന അടി കണ്ടറിയാലോ. ഇവിടെ ആരാ അവിടെ കവറിൽ അത്രയും ലോങ് അടിച്ച് ക്ലിയർ ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ബാറ്റ്സ്മാൻമാർക്കെതിരെ നമ്മൾ കളിച്ചിട്ടാണ് ഈ റണ്ണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫീൽഡ് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്. ഇപ്പോൾ എൻ്റെ ഓവറിൽ നിന്ന് ആ ഒരു റൺസ് വന്നത് ഒരു 24 റൺസോളം എൻ്റെ അടുത്ത് എൻ്റെ ഓവറിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ റൺസ് വന്നില്ലെങ്കിൽ നമ്മൾ കളി ജയിച്ചു പ്യൂറായിട്ട്. അതുപോലെ തന്നെ ആ ക്യാച്ചിൻ്റെ ഡ്രോപ്പ് ആയത് കളി കഴിഞ്ഞു. അവിടെ ഇൻഡിവിജ്വലായിട്ട് എടുക്കാതിരിക്കാന്നുള്ളത് അതൊക്കെ മീൻസ് അത് എല്ലാവരും ഭാഗത്ത് മിസ്റ്റേക്ക്. നമ്മൾ ഈ കളി ജയിച്ചാണ് സീരീസിൽ. ആ ഒരു ഓവർ ഒരു 6-7 റൺസ് ആ ഒരു ഓവറെ വന്നിരുന്നെങ്കിൽ പിന്നെ കളിയില്ല. ഗബ്രി നന്നായിട്ട് എറിഞ്ഞു കേട്ടോ. സച്ചുവിന്റെ ഞാൻ പറഞ്ഞില്ല, ബാറ്റിങ്ങിലൊക്കെ എക്സലന്റ് ആയിട്ട് ബാറ്റ് ചെയ്ത്. ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കെതിരെ ഇത്രയും നന്നായിട്ട് കോമ്പറ്റീറ്റ് ചെയ്തില്ല. ഇപ്പോൾ എന്താ ഈ 130-135 എറിയുന്ന ആളെയല്ലേ പോയി അതിൽ ഫുള്ളൊക്കെ അടിക്കാൻ നോക്കിയത്. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ട് ബെറ്റർ ആവും കേട്ടോ. നമ്മൾ വേറൊരു കാര്യം നമ്മൾ നോക്കിയത് നമ്മൾ ആദ്യമേ കപ്പടിക്കണം എന്നുള്ള സംഭവമല്ല. നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ മൂന്നാറിലുള്ള ആൾക്കാർക്ക് പോലും കളിക്കാൻ പറ്റിയിട്ടില്ല. ആ ഭാഗ്യം നമുക്ക് കിട്ടി. നമ്മൾ ഇത് എൻജോയ് ചെയ്തു. ഈ ഒരു സമയം ഇനി എപ്പോഴും കിട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു നമുക്ക് അവസരം ഇതാണ്. ചാർലി, താങ്ക് യു സോ മച്ച്. അല്ലയാ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 2 കളി എല്ലാവർക്കും ബോളിംഗും ബാറ്റിംഗ് കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ രീതിയിൽ കൊടുത്തു എന്നല്ല കേട്ടോ. ഫേവറിറ്റിസം ഒന്നും കാണിച്ചല്ല. ആ ഒരു ലെവലിൽ പോയത്. ഞാൻ പറഞ്ഞു അവസരങ്ങൾ കിട്ടിയില്ലെന്ന് കരുതി ആരും വിചാരിക്കരുത്. അപ്പോൾ ഈ ഒരു അവസരം നമുക്ക് പിന്നെ എപ്പോഴും എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇത് നമുക്ക് കിട്ടിയ ഒരു ആദ്യം നല്ലൊരു അവസരമാണ്. നമ്മളൊരു പുറം നാട്ടിൽ കളിക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടായി. 2 ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് അത്രേ ഉള്ളൂ. നമ്മളൊരു കപ്പടിക്കണമെന്നല്ല, നമ്മൾ ജസ്റ്റ് കളിക്കുക എന്നുള്ളൊരു മൈൻഡിൽ വന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവരും. സോ ഒരു കളി നമ്മൾ ജയിച്ചല്ലോ, 3 കളി തോറ്റിട്ടല്ലോ പോകുന്നു. ഒരു കളി ജയിച്ചു, നമ്മൾ ഫൈറ്റ് ചെയ്തു. നമ്മൾ ഫൈറ്റേഴ്സാണ്, ബെറ്റർ ആയി വരും കേട്ടോ. പറഞ്ഞു തീർക്കാം. ഓരോ മാച്ച് നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഓരോ മാച്ചിൽ നമ്മൾ ഓരോ ഫേസ് ചെയ്യുന്ന, കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ കളിക്കുന്ന ഒരു മാച്ചിലും സെയിം ആയിട്ടൊരു ഒരു സിറ്റുവേഷൻസ് വരത്തില്ല. നമ്മളെല്ലാം എൻകൗണ്ടർ ചെയ്യുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണോ ആ സാധനം കൊടുക്കുക. ഇൻഡിവിജ്വൽ ആണെങ്കിലും ആസ് എ ടീം ആണെങ്കിലും എന്താണ് ഇൻപുട്ട് കിട്ടുന്നത്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായല്ലോ. നമ്മുടെ ഗെയിം ലെവൽ എവിടെയാണ്, നമുക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്. ഇതൊക്കെ ഇമോഷണലി എടുക്കാണ്ട് ആസ് എ ലേണിംഗ് ആയിട്ട് എടുക്കുക. ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ക്രിക്കറ്റിൻ്റെ കരിയർ ഗ്രോത്ത് ആക്കാനുള്ള ഒരു ലേണിംഗ് ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എടുക്കുക. ഹാപ്പി ആയിട്ട് പോവുക, എൻജോയ് ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ മാച്ചസിൻ്റെയും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടീം ഇപ്പോൾ എത്ര പ്ലേയേഴ്സ് എവിടെ നിന്ന് വന്നാലും നമ്മൾ ആസ് എ ഫാമിലി ആയിട്ട് ഇവിടെ കളിക്കുന്നത്. നമ്മളിപ്പോൾ കളിച്ച എല്ലാ ടൂർണമെൻറ്റിലും കളിച്ച എല്ലാവരും നമ്മൾ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഫാമിലി ആയിട്ട് നല്ലൊരു ബോണ്ടിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഫൈറ്റ് ചെയ്യുന്ന അവസാന നിമിഷം വരെ നമ്മൾ അലക്കുന്നൊക്കെ അതുകൊണ്ടാണ്. പിന്നെ ക്യാച്ചസ് ഡ്രോപ്സ് ആരും അത് മൈൻഡ് എടുക്കരുത്. ഞാൻ കുറച്ച് നാൾ പണ്ട് ക്യാച്ച് വിടുമ്പോൾ എനിക്ക് ക്യാച്ച് പിടിക്കാൻ അറിയാത്ത ഒരാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെയല്ല, ഈ ബോൾ അത്രയും കട്ടിയാണ്, പിന്നെ ഇവിടെ പിടിക്കാൻ അത്ര ഈസി അല്ല. അതുകൊണ്ടാണ് ക്യാച്ചസ് ഡ്രോപ്പ് ആവുന്നത് കേട്ടോ. നേരിട്ട് വരുന്ന ക്യാച്ച് ബോൾ പോലും ഡ്രോപ്പ് ആവുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ക്യാച്ചസ് ഡ്രോപ്പ് ആവും, പക്ഷേ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ഇനി ക്യാച്ചസ് നല്ല ക്യാച്ചർ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റി അല്ലേ. അവൻ വിടില്ല എന്നൊരു ഉറപ്പ് വരുന്നത്. അതുപോലെ എല്ലാവരും ബെറ്റർ ആവട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ സോയാ നമുക്കപ്പോൾ പറഞ്ഞു വരിക, ഒരു ഫോട്ടോ അങ്ങനെ എടുക്കാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ മൂന്നാറിലെ 3 മാച്ച് കളിയും കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ്. ഇനി നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. എന്തായാലും 3 ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തു. കിടിലം ഗ്രൗണ്ട്, കിടിലം വൈബ്. സത്യം പറഞ്ഞ് ഇതുപോലെയൊക്കെ ഒരു എസ്റ്റേറ്റൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി കളിക്കണം. വൈകിട്ട് ഒരു ചായ കുടിക്കുക, അവിടെ ഇരുന്ന് ഇത് രസമായിരിക്കും അല്ലേ. എന്തായാലും എല്ലാവർക്കും അതങ്ങനെ അവർ അലോ ചെയ്ത് കൊടുക്കില്ല. ഇത് മൂന്നാറിലാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. ഇനി ആൾക്കാർ ചോദിക്കും, അപ്പോൾ മൂന്നാറാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സോ നമുക്കിത് വേറെ കുറച്ച് ആൾക്കാർ വഴിയാണ് നമുക്കിത് കിട്ടിയത്. എന്തായാലും ലൈഫിലൊരു കിടിലൻ ഗ്രൗണ്ടിൽ നമുക്ക് കളിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഈ ക്രിക്കറ്റ് അതായത് ലെതർ ബോളിൽ കളിച്ച് തുടങ്ങിയതിന് ശേഷം അത് ക്രിക്കറ്റ് വല്ലാത്ത ഒരു ഫീലായി തുടങ്ങി. എനിക്കതൊരു ക്രേസായി, ഭയങ്കരമായിട്ട് ക്രേസായി. ഇപ്പം പലരും വന്ന് പറയും ഭയങ്കര കളിയൊന്നും അല്ലല്ലോ. കുഴപ്പമില്ല, അങ്ങനെ നിങ്ങൾ വിചാരിച്ചാലും. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റ്
സോ ഇനി ഒരാഴ്ചയായി ഞാൻ കളിയുടെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതായത് എറണാകുളത്തുള്ള മറ്റേ ട്രൈ സീരീസും ഇതാ ഇപ്പം മൂന്നാർ, എറണാകുളത്ത് നിന്ന് മൂന്നാർ വന്ന് ഇനി മൂന്നാർ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ.